എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഡിവൈഎഫ്ഐക്കാരോട് കേരളത്തിൽ ദ കേരള സ്റ്റോറി 2 എന്ന പടം റിലീസായപ്പോൾ നിങ്ങളത് പ്രദർശിപ്പിച്ച മാളുകളിലേക്കും തിയേറ്ററുകളിലേക്കും ഒക്കെ ഗംഭീരമായി പ്രകടനം നടത്തുകയും ഇത് കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളതിനെ മുടക്കുകയും അത് കണ്ടുകൊണ്ടിരുന്നവരൊക്കെ ഇറക്കി വിടുകയൊക്കെ ചെയ്തല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഡിവൈഎഫ്ഐയുടെ ഓഫീസുകളിലേക്ക് ഇതുപോലൊരു പ്രകടനം നടത്തണം. എന്നിട്ട് അവിടെ ഒന്ന് ചെന്ന് നോക്കണം എന്തൊക്കെയാണ് അവിടെ നടക്കണേന്ന്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞതല്ല, ഒരു BJPക്കാരും പറഞ്ഞല്ല. നിങ്ങളുടെ സമുന്നതനായ നേതാവ് ഇത്രയും കാലം ഒരു ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ നിങ്ങളുടെ പാർട്ടി മെമ്പറായിരുന്ന, നിങ്ങളുടെ നേതാവായിരുന്ന മണ്ണാർക്കാടിന്റെ സ്വന്തം PKS എന്നറിയപ്പെടുന്ന PK ശശി പറഞ്ഞ ചില വാക്കുകളാണ്. മണ്ണാർക്കാട് ഒരു കാലത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ CPM എന്ന് പറഞ്ഞ PKS ആയിരുന്നു, പാർട്ടിക്കാരുടെ സ്വന്തം ശശിയേട്ട്. ആ ശശിയേട്ടന്റെ വാക്കുകളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ CPMകാരുടെ ഇന്ന് ഉച്ചവരെ CPMകാരുടെ സ്വന്തം ശശിയേട്ടനായ പാർട്ടിയിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ ശശിയേട്ടൻ അറിയാതെ അനങ്ങില്ല മണ്ണാർക്കാട് എന്നുണ്ടായിരുന്ന ആ PKSന്റെ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഇത് ഡിവൈഎഫ്ഐക്കാര് തീർച്ചയായിട്ടും കേട്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു തൊള്ള പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ഇതൊക്കെയാണ്, ഇവരൊക്കെ കൂടി CPMന്റെ വിവിധ കമ്മിറ്റികളിൽ കയറി കഞ്ചാവ് വലിക്കാരൻ ഉയർന്ന നേതാവായി. പിന്നെ എറണാകുളത്ത് നിന്നൊരു സത്വം വന്നിട്ടുണ്ട്. ഓൻ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവ് അടിക്കും. ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മേലിൽ ചാരിയിട്ടാണ് നിൽക്കുക. കാരണം എപ്പോഴാ വീഴുക എന്ന് പറയാൻ പറ്റില്ല. കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ, ചാരി നിന്നിട്ടാവും എന്റെ പ്രസംഗം. ഈ ധിക്കാരവും തണ്ടും ധിക്കാരവും കൊലവിളിയും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിന്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുളിച്ചാതി എണ്ണട്ടിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. ബലാകുളിച്ചാതി എണ്ണട്ടിട്ട് ആഴ്ചകളോളം ചികിത്സിക്കേണ്ടി വരും. ഭീഷണി ഒന്നും ഇങ്ങോട്ടെടുക്കല്ലേ. എത്ര കാലായടോ ഈ പണിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എന്താ ധരിച്ച്? വർഷങ്ങളെത്രയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ചെങ്കൊടിയായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്? ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാ നിന്നത്, ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം അങ്ങനെയാ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാ ശരിപ്പെടുത്തി കളയും. ശരിപ്പെടുത്തി തരാൻ ഞങ്ങളെങ്ങനെ നിന്ന് തരിക നിങ്ങൾക്ക്? ആ തോന്നലൊക്കെ അവിടെ മനസ്സിൽ വെച്ചാ മതി. ഇങ്ങനെ പിന്നെപ്പോ ഇതൊരു കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ CPIMൽ നിൽക്കാൻ പറ്റൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, മുഷിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നായ്ക്കളെ കിട്ടും, പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് ഞങ്ങൾ പറയില്ല. പക്ഷെ സ്റ്റേറ്റ് നേതൃത്വം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തയ്യാറാകണം. സംസ്ഥാന സെക്രട്ടറിക്ക് എത്ര പരാതി കൊടുത്തു, അനങ്ങിയില്ല. ഇവിടെ ഞാൻ പറയട്ടെ, പാർട്ടി ഭിന്നിച്ചു പോവുകയാണ്, പാർട്ടി കൂടുതൽ ശോഷിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടേ? ഇവിടെ ഇടപെടണ്ടേ? സംസ്ഥാന സെക്രട്ടറി ഇടപെടണ്ടേ? ഇവിടെയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, പൊന്നു ശശിയേട്ടാ,
ജീവിതത്തിൽ ആദ്യമായി ഞാൻ കഞ്ചാവ് വലിച്ചത് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സെന്ററിൽ വെച്ചിട്ടാണ്. എന്തോ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ വെച്ചിട്ടാണ്. യൂത്ത് സെന്റർ പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ആഫീസാ. അത് തന്നത് സെക്രട്ടറിയാണ്. അതിന്റെ കൂട്ടത്തിൽ കള്ളും തന്നു. കള്ള് തന്നയാള് പ്രസിഡന്റുമായി. എന്തൊരു യോഗ്യതയാണ് ജനാധിപത്യ യുവജന പ്രസ്ഥാനത്തിന്. നേരിട്ട് പരാതി കൊടുത്തു. സാക്ഷി പുതുശ്ശേരിയിലെ കണ്ണാടിക്കാരൻ, പേര് പറയേണ്ടല്ല, പേര് ഞാൻ പറയുന്നില്ല, കണ്ണാടിക്കാരൻ നേരിട്ട് പരാതി കൊടുത്തു. ഞാൻ സാക്ഷിയാണ് ഈ കാര്യം. എറണാകുളത്ത് നിന്നും വന്ന ഒരു നേതാവിന്, പേരൊന്നും പറയണില്ല, അപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവണം. അദ്ദേഹം പറയാത്ത സ്ഥിതിക്ക് ഞാൻ ആളുടെ പേരൊന്നും പറയണില്ല. നേതാവിന് ഒരാളെ ചാരി നിന്നിട്ടേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്ന്, ഇല്ലെങ്കിൽ വീണു പോകും. അതിന്റെ കാരണം അറിഞ്ഞല്ലോ, വീണു പോകുമെന്ന്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്, ഇദ്ദേഹം പങ്കെടുത്ത CPMന്റെ വിമത കൺവെൻഷനിൽ ഉള്ള ഒരു ഡിവൈഎഫ്ഐക്കാരൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കഞ്ചാവ് വലിച്ചത് നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ചിട്ടാണ് എന്ന്. ആദ്യമായിട്ട് ജീവിതത്തിൽ കഞ്ചാവ് വലിച്ചത്. ആ കഞ്ചാവ് കൊടുത്തേണ്ട ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയോ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ മദ്യം കൊടുത്തവൻ പ്രസിഡന്റ് ആയിരുന്നൊക്കെയാണ് നിങ്ങളുടെ സ്വന്തം ശശിയേട്ടന്റെ വാക്കുകളാണ്. ഇത് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരും പറഞ്ഞതല്ല, ഒരു BJPക്കാരനും പറഞ്ഞതല്ല, ഒന്നും പറഞ്ഞതല്ല. ഇന്ന് ഉച്ചവരെ നിങ്ങളുടെ പാർട്ടിയിലുണ്ടായിരുന്ന നിങ്ങളുടെ സ്വന്തം ശശിയേട്ടന്റെ വാക്കുകളാണ് ഇത് സഖാക്കളെ, ഡിവൈഎഫ്ഐക്കാരെ. അപ്പോൾ നിങ്ങളെ യുവജന സംഘടനയാണ്. നിങ്ങൾ കേരള സ്റ്റോറി ഫിലിം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷം വളർത്തും, അത് വളർത്തും, ഇത് വളർത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ റിലീസാവുന്ന മാളുകളിലേക്കും കേരളത്തിൽ റിലീസാവുന്ന മാളുകളിലേക്കും തിയേറ്ററുകളിലേക്കും ഒക്കെ പ്രകടനം നടത്തണേക്കാട്ടിലും മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓഫീസിലേക്കാണ്. കാരണം നിങ്ങളുടെ പല നേതാക്കന്മാരും യുവജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ തന്നെ നേതാവ് പറഞ്ഞത്. ഇന്ന് ഉച്ചവരെ പാർട്ടി മെമ്പറായിരുന്നു, മുൻ MLA ആണ്, മണ്ണാർക്കാട്ട് CPMന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞില്ല ഒരാഴ്ച വരെ KTDCയുടെ ചെയർമാനായിരുന്നു, പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരനുമല്ല, ഒരു BJPക്കാരനുമല്ല. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ യുവജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് പറഞ്ഞിടുന്നവരും നിങ്ങളുടെ പാർട്ടിയിലുണ്ടോ, നിങ്ങളുടെ സംഘടനയിലുണ്ടോ എന്ന് നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്കൊക്കെ ഒരു പ്രകടനം നടത്തി ഒന്ന് ചെക്ക് ചെയ്യുക, ഈ പറഞ്ഞൊക്കെ നേരാണോ എന്ന്. എന്നിട്ടും മതി കേരള സ്റ്റോറി എന്താ പറയണ റിലീസാവുന്ന മാളുകളിലേക്കും തിയേറ്ററുകളിലേക്കും ഒക്കെ പ്രകടനം നടത്താൻ ആദ്യം സ്വന്തം പാളയത്തിലെ പുഴുക്കുത്തുകളെ എടുത്തു കളയാൻ നോക്ക്. എന്നിട്ടും മതി ബാക്കിയുള്ളിടത്തേക്ക്. എല്ലാവർക്കും നമസ്കാരം.